തലസ്ഥാനത്തെ നടുക്കിയ ഒരു കൂട്ടക്കൊലയുടെ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 3 5 പേരെയാണ് 23 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ടത് പ്രതിയുടെ വാപ്പയുടെ അമ്മ സൽമ ബീവി, സ്വന്തം സഹോദരനായ അഹ്സാൻ, വാപ്പയുടെ സഹോദരി ഷാഹിദ, ഭർത്താവ് ലത്തീഫ്, പെൺസുഹൃത്തായ ഫർഷാനെയും കൊലപ്പെടുത്തി. പരിക്കേറ്റ അമ്മ ഷമി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഈ 2025 വർഷം പിറന്നത് മുതൽ നാം കേൾക്കുന്നത് അശുഭകരമായ, ഏറെ സങ്കടമുണ്ടാക്കുന്ന വാർത്തകൾ മാത്രമാണ്. നൊന്തു പ്രസവിച്ച ഉമ്മയെ ലഹരിക്കടിമപ്പെട്ട മകൻ വെട്ടിക്കൊല്ലുന്നു. സ്വന്തം സഹോദരങ്ങളെയും ഉമ്മയെയും കുടുംബക്കാരെയും ചുറ്റിക കടിച്ചു കൊല്ലുന്നു. അങ്ങനെ എത്രയെത്ര കൊലപാതക വാർത്തകളാണ് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നമ്മെ ഞെട്ടിച്ചത്. ഇത്തരം കൊലപാതക വാർത്തകൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകർ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ റൂഹും എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും ആരുടെ കയ്യിൽ തന്നെയാണോ അവൻ തന്നെ സത്യം. ലയഅതിയന്ന അലന്നാസി സമാനുൻ, ജനങ്ങൾക്ക് ഒരു കാലഘട്ടം വരാനുണ്ട്. ലാ യദ്രി അൽ ഖാതിലു ഫി അയ്യി ഷൈഇൻ ഖതല, കൊല്ലുന്നവൻ താൻ എന്തിനാണ് കൊല്ലുന്നതെന്ന് അറിയുന്നില്ല. വലാ യദ്രി മഖ്തൂലുൻ ഫി അയ്യി ഷൈഇൻ ഖുതില, കൊല്ലപ്പെടുന്നവൻ അറിയുന്നില്ല താൻ എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന്. ഖിയാമത്ത് നാളിൻ്റെ അലാമത്തായി, അന്ത്യനാളിൻ്റെ അടയാളമായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ച കൊലപാതകങ്ങൾ അധികരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലഹരിയുടെ ഫിത്നകളിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.